വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാരിനെതിരെയാണ് കൊല്ലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. ഈ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി യൂത്ത് കോൺഗ്രസിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി അസീൻ പള്ളിമുക്കിനെ ക്ഷണിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ആദ്യത്തെ ഒന്നാം പിണറായി സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നപ്പോ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. കോവിഡ് എന്ന മഹാമാരിയിൽ അതിന് കള്ളത്തരം വെച്ചുകൊണ്ട് കിറ്റ് കൊടുത്തുകൊണ്ട് രണ്ടാമതും പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു. ആ അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോ മൂന്നേകാൽ വർഷമായി. ഈ 3.25 വർഷം കൊണ്ട് ജനങ്ങളെ വീണ്ടും കൊള്ളയടിക്കുകയാണ്. ഏകദേശം 8.25 വർഷത്തോളം കേരളത്തിലെ ജനങ്ങൾ അസ്വസ്ഥരാണ്. ഉമ്മൻചാണ്ടി സർക്കാർ നടപ്പിലാക്കിയ വികസനങ്ങൾ മൊത്തം അട്ടിമറിക്കപ്പെട്ട് മുഴുവൻ സാമഗ്രികൾക്കും വില കൂട്ടി. വീട്ടുകരം, വെള്ളക്കരം, വസ്തുക്കരം, വൈദ്യുതി ചാർജ്, അതുപോലെ തന്നെ ബസ് ചാർജ്, ഡീസൽ വർധന, പെട്രോൾ വർധന, ഇതിന്റെ സെസ് കേന്ദ്ര സർക്കാർ വില ഉയർത്തുമ്പോൾ ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്നപ്പോഴത്തേക്ക് അതിന്റെ സെസ് കുറയ്ക്കുമായിരുന്നു. പക്ഷേ LDF സർക്കാർ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് വില കുത്തനെ കയറ്റുന്ന സാഹചര്യം ഉണ്ടായി. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വയനാട് LDF മൂന്നാമത് പോയി എന്ന് മാത്രമല്ല, കെട്ടിവെച്ച കാശ് പോലും വയനാട് കിട്ടിയില്ല. അതുപോലെ തന്നെ നമുക്കറിയാം പാലക്കാട് അസംബ്ലിയിൽ മത്സരിച്ച് സർനെ പോലെയുള്ളവരെ മത്സരിപ്പിച്ചു. LDF മൂന്നാമത് പോയി. അതേപോലെ തന്നെ ചേലക്കരയിൽ 40,000 വോട്ടിന് ജയിച്ച ചേലക്കര വെള്ളം കുടിച്ചുകൊണ്ട് മുക്കിയും മൂളിയുമായി 10,000 വോട്ടിന് ജയിച്ച് തൃപ്തിയടയേണ്ടി വന്നു. ജനങ്ങൾ മുഴുവൻ പാടെ ഈ CPM-നെയും LDF-നെയും വെറുത്തു കഴിഞ്ഞു. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നമുക്കെല്ലാം കണ്ടതാണ്, ഉപതെരഞ്ഞെടുപ്പ് നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 31 ഡിവിഷനിൽ 17 സീറ്റ് UDF പിടിച്ചെടുത്തു. അതുപോലെ LDF-നെ 10ലേക്ക് ഒതുങ്ങേണ്ടി വന്നു. ആ ഒരു സാഹചര്യം നമുക്കറിയാം. വരാൻ പോകുന്ന കോർപ്പറേഷൻ, തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജനം വലിച്ചെറിയും. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് എന്തൊക്കെ കള്ളത്തരം കാണിക്കാമോ, എവിടെയൊക്കെ കൊള്ളയടിക്കാമോ, മുഴുവൻ ഫണ്ടുകളും കൊള്ളയടിച്ചുകൊണ്ട് മുഴുവൻ സാധനങ്ങൾക്കും വില വർദ്ധിപ്പിച്ചുകൊണ്ട് പിണറായിയും കള്ളന്മാരായ കൂട്ടാളികളായ മന്ത്രിമാരും കേരളം മുഴുവൻ നശിപ്പിച്ച് അഴിമതിയുടെ പൂരപ്പറമ്പാക്കി മാറ്റുമ്പോ കൈയും കെട്ടി കണ്ണും പൂട്ടി വീട്ടിലിരിക്കുവാൻ നോക്കിയിരിക്കുവാൻ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കഴിയില്ല. കേരളത്തിലെ 140 നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ, മുഴുവൻ അസംബ്ലി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പ്രതിഷേധ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊല്ലത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലത്തിന്റെ ഹെഡ് ഓഫീസായിട്ടുള്ള SMB പാലസിനടുത്തുള്ള ഇതിന്റെ KSCB-യുടെ ഹെഡ് ഓഫീസിലേക്ക് നമ്മൾ മാർച്ച് നടത്തി. വലിയൊരു സംഘർഷമുണ്ടായി. കഴിഞ്ഞ ദിവസം ഇരവിപുരത്ത് നടത്തി. കേരളത്തിന്റെ മുക്കിലും മൂലം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൊല്ലം അസംബ്ലി കമ്മിറ്റി ഇപ്പൊ ചെറിയൊരു സൂചനാ സമരമാണ്. ഇത് ആള് കത്താൻ പോവുകയാണ്. മിസ്റ്റർ പിണറായി വിജയ, നിന്റെ നാളുകൾ എണ്ണപ്പെട്ടു. ഉറപ്പായി ഞങ്ങൾ പറയുന്നു, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളോട് പ്രതികാരം ചെയ്യുവാൻ കാത്തിരിക്കുകയാണ്. അതാണ് ചേലക്കരയും പാലക്കാടും വയനാടും നമുക്ക് കാട്ടിത്തന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു അല്പമെങ്കിലും മാന്യതയുണ്ടെങ്കിൽ ഉള്ള കാലം അധികാരം തീരുന്നതിന് മുമ്പേ രാജിവെച്ച് പുറത്തു പോകണം. നിങ്ങൾക്ക് ഈ നാട് ഭരിക്കാൻ അറിയില്ല. നിങ്ങൾക്ക് സമരം ചെയ്യുവാനും നിങ്ങൾക്ക് ബസ്സുകൾ കത്തിക്കുവാനും നിങ്ങൾ ആളുകളെ വെട്ടിക്കൊല്ലുവാനും അല്ലാതെ ഈ ഒരു സംസ്ഥാനത്തെ ഭരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പിണറായി സർക്കാരിന് കഴിയില്ല. ഇതൊരു സൂചനയാണ്. കേരളത്തിലെ മുഴുവൻ KSCB ഓഫീസിലേക്കും അതിശക്തമായ പ്രക്ഷോഭവുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ച പ്രിയപ്പെട്ട ജില്ലാ സെക്രട്ടറി ഉല്ലാസ് ഉളിയക്കോവിൽ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ ഹസ്നെ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിക്കുന്നു. ജയ് യൂത്ത് കോൺഗ്രസ്.